ഹായ് ഗൈസ്, വെൽക്കം ടു മലയാളം ടോക്കീസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഓണം ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ ബോത്ത് ഹെയർ ആൻഡ് മേക്കപ്പ് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ടു ദ വീഡിയോ. അപ്പൊ ഫേസിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യാൻ പോകുന്നത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ എടുക്കുന്നത് ഈ ബി ബ്ലണ്ടിന്റെ ഹോട്ട് ഷോട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആണ്. ഇത് ഞാൻ സാധാരണ എല്ലാവരും ഞാൻ ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുന്നത് കയ്യിലൊരു 4-5 പമ്പ് എടുത്തിട്ട് ജസ്റ്റ് എവിടെയൊക്കെയാണോ സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുടിയിൽ മാത്രം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബിക്കോസ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ടറിന്റെ തലയിലോട്ട് ഇടാതെ മുഖത്ത് വീഴും. ലൈക്ക് ഒരു കൺട്രോൾ ഇല്ലല്ലോ എവിടെ ഈ സംഭവം വീഴുന്നതെന്ന്. അപ്പം ദിസ് വേ ഐ നോ എക്സാക്ട്ലി വേർ ഐം അപ്ലൈയിങ് മൈ ഹീറ്റ് പ്രൊട്ടക്ടർ. ഞാൻ ഇത്രയും ഭാഗത്ത് ക്രൗഡ് ഏരിയ മാത്രമാണ് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിൽ മാത്രമേ ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഇതും കെമിക്കൽ ആണല്ലോ. ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് പെപ്പാണ്. കാരണം നമ്മുടെ മേക്കപ്പ് സ്മൂത്ത് ആയിട്ടും നല്ല ഹൈഡ്രേറ്റഡ് ആൻഡ് ഗ്ലോയി ആയിട്ടിരിക്കണമെങ്കിൽ സ്കിന്ന് നന്നായിട്ട് പ്രെപ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് നല്ല സ്കിൻ കെയർ ചെയ്തിട്ട് ആവശ്യത്തിന് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലുക്കിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ പ്ലമ്മിന്റെ റോസ് വാട്ടർ ടോണർ ഒരു ഫേസ് മിസ്റ്റ് പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതൊന്ന് സെറ്റിൽ ഡൗൺ ആവട്ടെ. അടുത്തത് ഞാൻ സിറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫുൾ ഫേസ് ആൻഡ് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ എന്റെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്. കാരണം ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഹെഡ് ബാത്ത് എടുക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ ചെയ്യാൻ നേരത്തെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ അവിടെ വെച്ച് അവസാനിക്കുക. ഓക്കെ, അതിനുശേഷം ലെറ്റ്സ് മൂവ് ഓൺ ടു ഫൗണ്ടേഷൻ ഓർ എ ബിബി ക്രീം. ഐ എം ഗോയിങ് വിത്ത് എ ബിബി ക്രീം. അടുത്തായിട്ട് ഞാൻ ഈ സ്റ്റുഡിയോ വെസ്റ്റിന്റെ ബിബി ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. എന്റെ എല്ലാ വീഡിയോയിലും ഞാനൊരു സാധനം തന്നെയാണ്. കാരണം വൺസ് നമ്മുടെ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. അൺലെസ് യു ആർ ടെസ്റ്റിംഗ് ഔട്ട് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. ഇപ്പൊ തൽക്കാലം ഞാന് ഫൗണ്ടേഷന്റെ കാര്യത്തിൽ സോർട്ടഡ് ആണ്, എക്സ്പെരിമെന്റ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ കുറച്ച് റെഡ്നെസ് ഉള്ള ഭാഗങ്ങളിൽ മാത്രം ഞാൻ ബിബി ക്രീം അപ്ലൈ ചെയ്തിട്ട് വിടുകയാണ് കേട്ടോ. ഓൾസോ ഐ എം ജസ്റ്റ് യൂസിങ് മൈ ഹാൻഡ്സ് ടു ലൈക്ക് ബ്ലെൻഡ് ദിസ്. അപ്പൊ കൈവച്ച് ഞാൻ വേഗം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണേ. കുറച്ചൊരു ഗ്ലോ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഐ എം ഗോണ ടേക്ക് NYBay സ്ട്രോ ക്രീം ആൻഡ് ജസ്റ്റ് പുട്ട് ദാറ്റ്. ഈ ഒരു മേക്കപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് സൂപ്പർ ഗ്ലോയി. അതുകൊണ്ട് തന്നെ ലൈക്ക് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഗോയിങ് ടു ബി ഓൺലി വൺ ഹൈലൈറ്റർ. ഇത് മാത്രമല്ല, ഈ മേക്കപ്പ് ലുക്ക് നല്ല ഗ്ലോയി ആയിട്ടുള്ള ഒരു ലുക്കാണ് എന്റെ മനസ്സിൽ ഞാൻ കണ്ടേക്കുന്നത്. അപ്പം ഐ ബി യൂസിങ് എ ലോട്ട് ഓഫ് ഹൈലൈറ്റിംഗ് പ്രോഡക്ട്സ്. ഇത് ഞാൻ ഹൈ പോയിന്റ്സ് ഓഫ് മൈ ഫേസിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. നെറ്റിയുടെ ഭാഗത്ത്, under the eyebrows, ഇവിടെ ഒക്കെ ഇട്ടിട്ട് ലെറ്റ്സ് ബ്ലെൻഡ് ദിസ്. അത് ഫണ്ണി ആയിട്ടുണ്ടെങ്കിലും ഇറ്റ് ലുക്സ് ഗുഡ് വൺസ് യു ബ്ലെൻഡ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷന്റെ അടിയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഫൗണ്ടേഷന്റെ അടിയിൽ, ഐ മീൻ ബിബി ക്രീമിന്റെ അടിയിൽ ഞാൻ ഇടാൻ നേരത്ത് ഒത്തിരി മങ്ങി പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തിട്ടേക്കുന്നത്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് കോണ്ടോറിംഗ് ആണ്. അപ്പൊ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോണ്ടോറിംഗ് ചെയ്യാനായിട്ട് വളരെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചു എങ്ങനെയാ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഫേസിനെ സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണല്ലോ. സോ ഞാനിത് NYBayയുടെ കോണ്ടോർ സ്റ്റിക്കാണ് ഇവിടെ എടുക്കുന്നത്. ഇത് ടോഫി എന്ന് പറയുന്ന ഷെയ്ഡിലാണ് കേട്ടോ. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് കംസ്. ഒരു ലിപ്സ്റ്റിക്കിന്റെ ബുള്ളറ്റ് പോലെ വരുന്നത്. ഇവിടെയാണ് എന്റെ ചീക്ക് ബോൺ കഴിഞ്ഞിട്ടുള്ള പാട്ട് വരുന്നത്. സോ ഐ ആം ഗോണ അപ്ലൈ ലൈക്ക് ലൈൻ ഹിയർ. അടുത്തത് ജോ ലൈന്റെ അടിയിലും നോസ് ബ്രിഡ്ജിലും ഒക്കെ കോണ്ടോർ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പം ഇത് കോണ്ടോറിംഗ് ബ്രഷ് ഒന്നും അല്ല, പക്ഷെ എന്റെ ഇതാണുള്ളത്. സോ ഐ വിൽ ജസ്റ്റ് യൂസ് ദിസ്. അതൊരു കോണ്ടോറിംഗ് ബ്രഷ് ആണോ? ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ എന്ത് ബ്രഷാണ്. ഓക്കെ, ഒരു സ്റ്റെപ്പിലെ കീ എന്ന് പറയുന്നത് ഹാർഷ് ആയിട്ടുള്ള ലൈൻസ് ഒന്നും കാണാതിരിക്കുകയാണ്. സോ ബ്ലെൻഡ് ബ്ലെൻഡ് ബ്ലെൻഡ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതില്ലേ വളരെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹെവി ലിപ്സ് ആണ്. അപ്പോ ഒത്തിരി ബ്ലഷും കൂടെ ഇട്ടാല് ഇറ്റ് വിൽ ബി ലൈക്ക് എ ക്ലൗൺ ഫേസ്. അതുകൊണ്ട് വളരെ വളരെ കുറച്ച് ജസ്റ്റ് ടു ബ്രിങ് ബാക്ക് സം ഡയമെൻഷൻ ആൻഡ് കളർ ടു മൈ ഫേസ് ഐ ആം അപ്ലൈയിങ് ലൈക്ക് എ ബ്ലഷ്. ഇത് കെ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ് ഇൻ ദ ഷെയ്ഡ് ഫ്ലോട്ടിംഗ് ന്യൂഡ്. എന്റെ കോർ മെമ്മറീസ് ഓണത്തിനെ കുറിച്ചിട്ടുള്ളത് മൊത്തം റിവോൾവ്സ് അറൗണ്ട് സദ്യ ആൻഡ് ഫുഡ് ആണ് കേട്ടോ. പിന്നെ ലൈക്ക്
സ്കൂളിൽ ഉണ്ടായിരുന്ന ഓണം സെലിബ്രേഷൻസ്, കോളേജിൽ ഉണ്ടായിരുന്ന ഓണം സെലിബ്രേഷൻസ്. കാരണം അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയതിനു ശേഷം ഓണം ഒന്നും വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ല. വാട്ട് ഇസ് ഇറ്റ് ഫോർ യു ഗൈസ്? ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കോർ മെമ്മറി? കമന്റ്സിൽ എഴുതി അറിയിക്കും കേട്ടോ. ഇനി അടുത്തത് ഹൈലൈറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ അതിനു മുന്നേ അണ്ടർ ഐസ് ഇസ് വെരി വെരി ഷൈനി. സോ അതൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് ഹൈലൈറ്റർ ഇടാം, അല്ലെങ്കിൽ പിന്നെ മങ്ങിപ്പോവും. ഓക്കെ, ഈ ഷൈനുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് ലാക്മേയുടെ റോസ് പൗഡർ ആണ് കേട്ടോ. ദിസ് ഇസ് നോട്ട് ആക്ച്വലി എ ട്രാൻസ്ലൂസെന്റ് പൗഡർ, പക്ഷേ ഇറ്റ് വർക്ക്സ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 200-300 താഴെയുള്ള ഒരു എന്താ കുറച്ച് ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഉള്ള ട്രാൻസ്ലൂസെന്റ് പൗഡർ ആണ് വേണ്ടതെങ്കിൽ യു കെൻ ഗോ ഫോർ ദിസ്. ഇതിലൊരു പിങ്ക് അണ്ടർടോൺ ഉള്ളത് കൊണ്ട് ഒരു വാം അണ്ടർടോൺ ഉള്ള 2 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഹൈലൈറ്റിംഗ് പർപ്പസസിന് ഈ സ്പ്ലെൻഡിഡ് ഡിലൈറ്റ് എന്ന് പറയുന്ന ഐ ഷാഡോ പാലറ്റ് എടുക്കുകയാണ്. ആൻഡ് I am going to use this particular shade for highlighting. ഇതൊരു ക്രീം, ആക്ച്വലി ഇതൊരു ക്രീം ഐ ഷാഡോ ആണ്, പക്ഷെ സിൻസ് ഇറ്റ് വർക്ക്സ് വെൽ I will be just applying it on my high points of my face. കണ്ടില്ലേ, ഇത് ക്രീം ഐ ഷാഡോ ആയതുകൊണ്ട് I think that we can use it as a highlighter also. We will apply a little here also. Look at that glow. ഓണം തിളക്കത്തിന്റെ ആഘോഷമാണല്ലോ. ഓണത്തിന് ഫുൾ കളർ ഗ്ലിറ്റർ. സോ നമ്മൾ മേക്കപ്പിൽ നമ്മൾ കുറച്ച് തിളങ്ങി നിൽക്കണ്ടേ. ഞാൻ ഈ മേറോസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ ഐ ഷാഡോന് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്രീം, വളരെ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഐസ് ഹെവി ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ചെറിയ ഒരു ഷിമർ, ഒരു തിളക്കത്തിന് മാത്രം കുറച്ച് ക്രീം ഐ ഷാഡോ ഞാൻ കണ്ണിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ക്രീസും കൂടെ ഡിഫൈൻ ചെയ്തേക്കാം. ഞാൻ ഈ ബ്രൈറ്റ് ക്രഷ് എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രീസ് ഡിഫൈൻ ചെയ്യാണ്. Actually, I just applied all over. This shade is very very pretty. ക്രീസ് മാത്രമാക്കുന്നതിനാ ആ ഷെയ്ഡിന്റെ പുറത്ത് നമുക്ക് ഒരിച്ചിരി ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. It look really good. ഇനി ഈ ലുക്കിന് കാറ്റ് വിങ് ഐലൈനർ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഗുഡ് ഓൾഡ് ഡാസ്ലറിന്റെ ഐലൈനർ എടുത്തിട്ട് I'm just going to apply like a wing liner. അടുത്തത് ഞാൻ ഈ ഐലൈനർ എടുത്തിട്ട് നല്ല നീളത്തിന് വാലിട്ട് കണ്ടെഴുതുകയാണ്. 2 സൈഡും ഒരേപോലെ വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് പിരികൊന്ന് എഴുതി കൊടുക്കുകയാണ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് പ്രോപ്പർലി ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു ഐബ്രോസ് ഉണ്ടെങ്കിൽ യുവർ ഫേസ് ഓൾറെഡി വിൽ ലുക്ക് വെരി സ്ട്രക്ചേർഡ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഒരു മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ see, already this side looks way better than this side. ഈ തിരിച്ച് ഈ പാലറ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഓൾവേസ് ഫ്ലംബോയന്റ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് ഷെയ്ഡ് ഉണ്ട്. അത് എടുത്തിട്ട് ഞാൻ കണ്ണിന്റെ താഴത്തെ ഭാഗത്തൊന്ന് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഇന്നർ കോർണറിൽ നമ്മള് ഷിമർ ഐ ഷാഡോസ് എന്തെങ്കിലും, തിളക്കുള്ള ഐ ഷാഡോസ് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ടയേർഡ് ആയിട്ടിരിക്കുന്ന കണ്ണ് പെട്ടെന്ന് ലൈക്ക് വൈഡ് അവേക്ക് ആയിട്ട് തോന്നും. ദാറ്റ് ഇസ് വൈ a lot of actors do this trick. കണ്ടില്ലേ, like do you see a difference? ഇത് കുറച്ചും കൂടെ like bright and awake ആയില്ലേ. So I am going to do that here as well. അപ്പോൾ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്തു, ഒരുവിധം മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആണ്. Now what I'm going to do is I'm going to apply this lipstick from MAC. ഇത് ഇവിടെ Feel So Grand എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇറ്റ്സ് എ വെരി റിച്ച് റെഡ് കളർ. ഈ ഒരു മേക്കപ്പ് ലുക്കിന് റെഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്റെ ബ്ലൗസും ഓബ്വിയസ്ലി കേരള സാരി എല്ലാം ലൈറ്റർ ഷെയ്ഡ് ആണ്. സോ ഐ തോട്ട് there should be some pop of color. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റഡ് ആണ്. ഇനി അടുത്തത് ഹെയർ സ്റ്റൈൽ ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഹാവൽസിന്റെ ഒരു ഭയങ്കര ചെറിയ കേളിംഗ് റോഡ് എടുക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിന്റെ ഫ്രിഡ്ജ് ഭാഗത്ത് വരുന്ന ഒരു 4-5 സെക്ഷൻസ് ഞാൻ ഇതേപോലെ ഓരോ സൈഡിലും നടുക്ക് വകുന്നിട്ട് ഓരോ സൈഡിലും കേൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സാധാരണ കേൾ ചെയ്യാൻ നേരത്ത് അതിൽ കൗണ്ട് ടു 10 എന്നിട്ട് റിലീസ് ചെയ്യുമ്പോഴേക്കും കേൾ ഫോം ആവും. അപ്പൊ നമ്മുടെ സ്റ്റൈലിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഈ കേൾ ചെയ്ത ഭാഗങ്ങളില്ലേ, ഇത് ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഇവിടുത്തെ മുടി കുറച്ച് ഫ്ലഫ് ഔട്ട് ചെയ്യാം.
ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ബോബി പിൻസ് ആണെങ്കിൽ ബോബി പിൻസ് വെക്കാം. ഞാൻ ഇതേപോലെ ചെറിയ ബട്ടർഫ്ലൈ ക്ലിപ്സ് വെച്ചിട്ട് പിൻ ചെയ്യാണ്. അത് ഒത്തിരി മുറുക്കി പിൻ ചെയ്ത് നമുക്ക് വോളിയം തോന്നിക്കുന്ന രീതിയിൽ പിൻ ചെയ്യാം. നെക്സ്റ്റ് വൺ ഹിയർ. ഓരോ കേൾസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ബട്ടർഫ്ലൈ ക്ലിപ്സ് വെച്ചിട്ട് സെപ്പറേറ്റ്ലി പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ലൂസായിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂവ് ഇട്ട് കൊടുക്കാം. പൂ ഇട്ട് കൊടുക്കാം. മുല്ലപ്പൂ അടിയിൽ കൂടെ എടുത്തിട്ട് ഒരു ബോബി പിന്നോ ഒരു ക്ലിപ്പോ വെച്ചിട്ട് കുത്തി കൊടുത്താൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. What shall we go with? ഞാൻ ഈ ഒരു കമ്പനി സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ നോട്ട് ലുക്കിംഗ് ഗുഡ്. This is another option. ഇത് ഗോൾഡും പേളും ഒരു കോമ്പിനേഷൻ ആണ്. ഐ തിങ്ക് ദിസ് ലുക്സ് ഗുഡ്. പിന്നെ ഇത്രയും വലുതിടാൻ താല്പര്യമില്ല എങ്കിൽ ഇതിടാം. ഇതൊരു ടെമ്പിൾ ജ്വല്ലറി വരുന്ന പാർട്ടാണ്. ആൻഡ് ദിസ് ഐ തിങ്ക് ഐ ബോട്ട് ദിസ് ഫോർ മൈ വെഡിങ്. ആ ഒരു ഫംഗ്ഷൻ ഒക്കെ ആയിട്ട് വാങ്ങിച്ചതാണ്. സോ വിച്ച് വൺ ഷുഡ് വി ഗോ ഫോർ? ഐ തിങ്ക് ഫോർ നൗ ഐ വിൽ ഗോ വിത്ത് ദിസ്. കാരണം എനിക്ക് ഇപ്പോൾ ഹാങ്ങിങ് പരിപാടി ഇഷ്ടപ്പെട്ടു. സോ നമുക്ക് വി വിൽ വെയർ ദിസ്. പൂവും പേൾസും ആയിട്ടുള്ള കോമ്പിനേഷൻ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. പിന്നെ ഏതൊരു ഇന്ത്യൻ ലുക്ക് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ബിന്ദി. സോ ഇതേപോലത്തെ ബിന്ദി ബുക്സ് വാങ്ങിക്കാൻ പറ്റില്ലേ? ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബിന്ദി എടുക്കാം. I think I'll go with the red color. റെഡ് ലിപ്സ് ആയതുകൊണ്ട് റെഡിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഡാർക്കർ റെഡ് വിചാരിച്ചു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഐ ഹോപ്പ് യു റിയലി എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് either you can replicate this or take inspiration from this for your Onam. So എല്ലാവർക്കും advance happy Onam. I hope you have a great time with your family and loved ones. So yeah, that's all for the video today guys. നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക കമന്റ് ബോക്സിൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ. Hi guys, welcome back. I hope you also liked it. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.